കലാശക്കൊട്ട് ഒഴിവാക്കി കോട്ടയം പുതുപ്പള്ളിയിലെയും പാലായിലെയും UDF സ്ഥാനാർത്ഥികളായ ചാണ്ടി ഉമ്മനും മാണി സി കാപ്പനും കലാശക്കൊട്ടിനുള്ള പണം അനാഥാലയങ്ങൾക്ക് നൽകുമെന്നാണ് ഇരുവരുടെയും പ്രഖ്യാപനം. പ്രളയകാല അഴിമതികൾ ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട, തിരുവല്ല, റാന്നി മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശം ഒഴിവാക്കി പ്രതിഷേധിച്ചു. പുതുപ്പള്ളിയിലെ കൊട്ടിക്കലാശം ഒഴിവാക്കിയ ചാണ്ടിയുമ്മൻ ഇന്ന് മറ്റ് മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനെത്തി. ഇവിടെ UDF സർക്കാർ വരുമ്പോൾ ആ സർക്കാരിന് കൈവക്കുവാൻ പൂർണ്ണത്തറയിൽ നിന്നും ഒരു MLA കാണണം, അത് ദീപക് ജോലി ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തവണയും കൊട്ടിക്കലാശം ഒഴിവാക്കുന്നുവെന്ന് മാണി സി കാപ്പൻ. 25 ദിവസത്തെ പ്രചരണത്തിൽ സൈബർ അറ്റാക്ക് കണ്ടമാനം ഉണ്ടായിരുന്നു. 2, ഈ നിയോജകമണ്ഡലത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല എന്നായിരുന്നു. 244 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 6.5 വർഷത്തിനിടയ്ക്ക് കൊണ്ടുവന്നു. ഈ തടസ്സങ്ങൾക്കിടയിലും അതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളൊരു പത്രമടിച്ച് ജനങ്ങളിൽ എത്തിച്ചു. കൊട്ടിക്കലാശത്തിനുള്ള പണം ഇരുവരും അനാഥാലയങ്ങൾക്ക് നൽകും. ആളില്ലാത്തതുകൊണ്ടാണ് മാണി സി കാപ്പൻ കൊട്ടിക്കലാശം നടത്താത്തതെന്ന് പാലായിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ്. പ്രളയകാല അഴിമതി ആരോപണവുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയതിനു പിന്നാലെ തിരുവല്ലയിലും റാന്നിയിലും UDF സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശം ഒഴിവാക്കി പ്രതിഷേധിച്ചു. തിരുവല്ലയിൽ UDF പ്രവർത്തകർ മുൻമന്ത്രി മാത്യു ടി തോമസിനെതിരെ പ്രതിഷേധിച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.